ആരും അറിയാതെ അപ്പച്ചിയുടെ ഫോണിൽ നിന്ന് അപ്പച്ചിയുടെ ജീപേ വെച്ച് കേക്ക് വാങ്ങിച്ചേക്കാണ്. എങ്ങനെ തുറക്കും? ഇതാരും അറിഞ്ഞിട്ടില്ല നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് കോഡ് അറിയാവുന്നതുകൊണ്ട് വി ജസ്റ്റ് ബോട്ട് ഇറ്റ്. നമുക്കാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ അങ്ങ് വരച്ചാൽ പോരെ. എൻ്റെ കേക്ക് ഒരു അബദ്ധമുണ്ട്. ഏത് കേക്ക് വാങ്ങിച്ചാൽ ഞങ്ങൾ തന്നെ അത്ര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അല്ല ഇതല്ലല്ലോ വാങ്ങിച്ചത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ? സൈഡിൽ മൊത്തം ഇങ്ങനെ ചോക്ലേറ്റ് പോലെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അത് കാണുമ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ തോന്നി. എന്തോ ബെഡ്റൂമിലോട്ടാണ് വിളിക്കുന്നത്. കൊണ്ടുപോയിക്കോ. അപ്പച്ചാൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് കേക്ക് വിളിക്കാം. എൻ്റെ സാധനം കൂടെ വിളിക്കണ്ടേ? സെൽഫി പോലെ അവിടെ വെക്കട്ടെ. അപ്പച്ച നമ്മൾ 3 പേരും ഉണ്ട്. അച്ഛൻ നമ്മൾ 3 പേരും പോലെ നമ്മള് 3 പേരും ജയന്റ് കമ്മിങ്. ഒരു ജയന്റും അല്ല, 20 വയസ്സിലെടുത്ത് പൊന്നുമോൻ. അപ്പച്ച ഇത് കേക്കല്ല, കേക്കല്ലേ? അത് പൊലിഞ്ഞങ്ങ് വീഴും. സാധനം പൊലിഞ്ഞങ്ങ് വീഴും. കഴിക്കണ്ട, പ്ലേറ്റ് ഒന്നും അവിടെ ഇരുന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പച്ചന്റെ ബർത്ത്ഡേ മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കഴിക്കാം. ഇത് ഫുള്ള് ക്രീമാവോ? അപ്പൊ ഞാനും കഴിച്ചോളാം. കാരണം എനിക്ക് ഒരെണ്ണം കട്ടി തന്നെ. വേറെ ആരും അറിഞ്ഞിട്ടില്ല. ഓക്കെ ഗൈസ്, ശർമ്മ എനിക്ക് കൂടെ ഒരെണ്ണം മുറിച്ചതാ. എനിക്കൊരെണ്ണം മുറിച്ചാ. ശർമ്മ എനിക്കത്, ശർമ്മ എനിക്ക് വേണത്. ശർമ്മ എനിക്ക് സത്യം ശർമ്മ എനിക്കതാ. ശനി ഓൾറെഡി ഒരെണ്ണം കഴിച്ചല്ലേ? താ, കുഴപ്പമില്ല, ഞാൻ കഴിച്ചു. ചിയേഴ്സ്. വാവുണ്ടല്ലേ ചിയേഴ്സ് ചെയ്യണ്ടേ? ചോക്ലേറ്റ് കേക്ക്. ബാക്കിയുള്ളവർ അറിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ അപ്പം ഞങ്ങൾ ബാക്കിയുള്ളവർ കൊടുത്തിട്ട് വരാം. നല്ലതാണ് കേട്ടോ, കാര്യം നല്ലതാണ്. കാര്യം ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒന്നാമത്തെ കാര്യം ഇത് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
നിങ്ങൾ എല്ലാവരും എന്തിനാ ഇനിയിപ്പം എത്ര തരാം കുറച്ച് നമുക്ക് ബാക്കി അമ്മച്ചിക്ക് അമ്മച്ചിയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ മച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നെ വിളിക്കണ്ട. ഞാൻ റോഷേലിനെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് അവള് വന്നില്ല. അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നേ എന്റെ കൂടെ. ഇത് വാങ്ങിക്കാൻ പോയി. എവിടെ മേടിക്കേ? അയാൾ കൊണ്ടുവന്നു. ആര് കൊണ്ടു? അപ്പച്ചൻ പറഞ്ഞു അമ്മച്ചിക്ക് സർപ്രൈസ് തരാൻ. ഇത് ആരുടെ എന്തിനാ ഇതിപ്പോ മേടിച്ച്? അപ്പച്ചൻ അപ്പച്ചന്റെ വൈഫിക്ക് വേണം. അമ്മച്ചിക്ക് സർപ്രൈസ് ആക്കാൻ പറഞ്ഞു. പ്ലീസ് കഴിക്കും. എന്ത് എന്ത് ഇത് ഇവിടുന്ന് എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ശരി എനിക്ക് ക്രീം ഒന്നും ഇഷ്ടം. എനിക്ക് അറിയത്തില്ല. ഓക്കേ. മൊത്തല്ലേ മുറിച്ചെടുത്തോ? ദാ വരുന്നു. ഇല്ല നിങ്ങക്ക് വേണ്ടത് എടുത്തോ. ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ, ബാക്കിയുള്ള ഞങ്ങൾ കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലയോ? ഞങ്ങൾ ഒരു ലെവൽ കഴിഞ്ഞു. അയ്യോ കുറച്ച് കൂടുതൽ കഴിച്ചതാ. കഴിച്ചോ? ഒരു പീസ് കൂടെ കഴിച്ചോ? ഒരു പീസ് കൂടെ കഴിച്ചോ? ഒന്നും പ്രശ്നമില്ല. കഴിച്ചോ? കുറച്ച് വലിയ പീസ് 2 കഴിച്ചതാ. അയ്യോ അങ്ങനെയല്ല. ഞങ്ങൾ അത്ര എച്ചികളല്ല അപ്പ. വെരി ജനറസ്, വെരി ജനറസാ. ഇനി ഇതുകൊണ്ട് മോളോട്ട് പോയാൽ അടിയാവും. അതാ നിങ്ങൾ അങ്ങ് പോയാൽ കഴിച്ചോ. നിങ്ങൾ അടി ഉണ്ടാക്കുവോ? അമ്മച്ചിക്ക് അപ്പച്ച കൊടുത്തു വിട്ടാ. അപ്പച്ച കൊടുത്തു വിട്ടാ. ഗൈസ്, ഞങ്ങളിപ്പോൾ കേക്ക് കഴിച്ചു കഴിഞ്ഞു. ഇറ്റ് വാസ് എ സക്സസ്. അമ്മച്ചി നിങ്ങൾ പറഞ്ഞു അപ്പച്ച തന്ന സർപ്രൈസ്. everyone was surprised, very surprised. ഞങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ഞങ്ങൾ എല്ലാ കേക്കും മുറിച്ച് പീസ് ആയിട്ടാണ് ആൾക്കാർ ചെന്നത്. ഒരു ഫുൾ കേക്ക് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ഷോക്ക്. നമ്മൾ ഫുൾ കേക്ക് ബർത്ത്ഡേ കേക്ക് തന്നെ മുറിക്കാറുള്ളൂ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച്. ഞങ്ങളിങ്ങനെ ഓൾറെഡി പീസ് ആയിട്ടുള്ള കേക്ക് പോയപ്പോൾ ഒരു പ്രശ്നമില്ല. No one asked. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുന്നതായിരിക്കും. ബൈ. Till then, take care. ഓ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. അല്ലല്ലോ, മറ്റേ നമ്മളിവിടെ ഷൂട്ട് ചെയ്ത് വന്നില്ല.